ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അഥവാ സന്തോഷ് ട്രോഫി ഇതിന്റെ ഫൈനൽ റൗണ്ടിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേരള സന്തോഷ് ട്രോഫി ടീം നമ്മൾ ഫൈനൽ റൗണ്ട്സിന് മുമ്പ് ക്വാളിഫിക്കേഷൻ അഥവാ സോണൽ മത്സരങ്ങൾ കളിച്ചിരുന്നു. സോണൽ മത്സരങ്ങൾ കാലിക്കറ്റ് വെച്ചാണ് ഉണ്ടായിരുന്നത്. കാലിക്കറ്റിൽ വെച്ച് ലക്ഷദ്വീപിനെയും പോണ്ടിച്ചേരിനെയും വലിയ ഗോൾ മാർജിനിൽ തോൽപ്പിച്ചു. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഹാർഡർ ഓപ്പണന്റ് ആയിരുന്ന റെയിൽവേസിനോട് 1-0 ജയിച്ച് കളിച്ച 3 മത്സരങ്ങളിലും 3 വിജയം നേടിക്കൊണ്ടാണ് ഫൈനൽ റൗണ്ട്സിന് നമ്മുടെ ടീം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഡിസംബർ 15 ഹൈദരാബാദ് വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള മറ്റു ടീമുകൾ ഗോവ, ഒഡീഷ, ഡൽഹി, മേഘാലയ ആൻഡ് തമിഴ്നാടു. ബാക്കി 5 ടീമുകളും കമ്പാരിറ്റീവ്ലി നമ്മുടെ സോണൽ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല ടഫർ ഓപ്പണൻസ് തന്നെയാണ്. പക്ഷെ കേരള സന്തോഷ് ട്രോഫി ടീമിന് ഇപ്രാവശ്യത്തെ കുറച്ച് പ്രത്യേകതകളുണ്ട്. സെയിം സോണൽ കളിച്ച 22 പേരെ തന്നെയാണ് ഫൈനലിലും നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ലൊരു പ്ലസ് നമ്മളെ ടീമിന് പറയാനുള്ളത് റീസെന്റ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള സൂപ്പർ ലീഗ് കേരളയാണ്. സൂപ്പർ ലീഗ് കേരളയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരുപിടി യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ക്വാളിറ്റി പ്ലേയേഴ്സും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ടീമിൽ 50% ഏറെ ആദ്യമായി സന്തോഷ് ട്രോഫി കളിക്കുന്ന പ്ലേയേഴ്സാണ്, യങ്സ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ ഒരു മിക്സും ഉണ്ട്. കേരള പോലീസിന്റെ താരമായിട്ടുള്ള സഞ്ജു ഗണേശാണ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതുപോലെ ഗോൾ കീപ്പറായിട്ട് സൂപ്പർ ലീഗ് കേരളയിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ടുള്ള അജ്മൽ ഉണ്ട്. മുഹമ്മദ് അസർ കേരള പോലീസിന്റെ ഗോൾ കീപ്പർ ഉണ്ട്. സ്ട്രൈക്കറായിട്ട് ഒരു എക്സ്പീരിയൻസ് പ്ലെയർ ആയിട്ടുള്ള സജീഷ് ഉണ്ട്, കേരള പോലീസിന്റെ പ്ലെയർ തന്നെയാണ്. അതുപോലെ നിജോ ഗിൽബർട്ട് ഉണ്ട്, ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള സൂപ്പർ ലീഗിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫോർസ കൊച്ചിയുടെ പ്ലെയർ ആയിരുന്നു. അങ്ങനത്തെ ഒരുപിടി എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഉണ്ട്. സൽമാൻ ഉണ്ട്, സൽമാൻ കലിയത്ത് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ കൂടെ തന്നെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള നമുക്കൊരു സൂപ്പർ ലീഗ് കേരളയുടെ ഫൈൻഡ് എന്നൊക്കെ പറയാവുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്. മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള അർഷാഫ് ഉണ്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന. അതുപോലെ വിങ് ബാക്കിലും വിങ്ങറിലും ഒക്കെ കളിക്കാൻ പറ്റുന്ന മുഹമ്മദ് റിയാസ് ഉണ്ട്, ആദിലുണ്ട്. പിന്നെ 2007 ഐ ഗസ് ലൈക്ക് 17 വയസ്സിൽ സന്തോഷ് ട്രോഫി കളിക്കാൻ ഒരു ബർത്ത് കിട്ടിയൊക്കെയാണ് റിഷാദ് ഗഫൂർ എന്ന് പറയുന്ന വെളിയങ്കോട് സ്വദേശി, മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് സ്വദേശിയാണ്. റീസെന്റ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കേരള സൂപ്പർ ലീഗിൽ കണ്ണൂരിന്റെ പ്ലെയറാണ്. അതിനു മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പ്ലെയറാണ്, ലോണിനാണ് കണ്ണൂരിന് വേണ്ടി കളിച്ചത്. സോ ഇപ്പോൾ സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിക്കുന്ന പ്ലെയറായി മാറാൻ റിഷാദിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് മിക്സ് ആണ്. യങ്സ്റ്റേഴ്സിന്റെ ടാലന്റഡ് ഹബ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ ടീമിൽ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട്. സോ ഇവർ തമ്മിൽ നല്ലൊരു കോമ്പിനേഷനിൽ ടീമിനെ സെറ്റ് ചെയ്യാൻ ടീമിന്റെ കോച്ചിങ് സ്റ്റാഫ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ടീമിന്റെ കോച്ചിങ് സ്റ്റാഫ്സ് ആയിട്ടുള്ളത് ബിബി തോമസ് കോച്ചാണ് നമ്മുടെ ഹെഡ് കോച്ചായിട്ട് വന്നിട്ടുള്ളത്. തൃശ്ശൂർ സ്വദേശിയാണ്, AFC ലൈസൻസ് ഹോൾഡറാണ്. നമ്മുടെ കാലിക്കറ്റ് FC ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയുടെ ചാമ്പ്യൻസ് ആയ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ളത് ഹാരി ബെന്നി കോച്ചാണ്. ഹാരി ബെന്നി കോച്ചും MA കോളേജിന്റെ കോതമംഗലത്തിന്റെ കോച്ചാണ്. അതുപോലെ സാറ്റ് തിരൂരിനെ കേരള പ്രീമിയർ ലീഗിന്റെ ഫൈനൽസിൽ എത്തിച്ച കോച്ചാണ്. ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ളത് നെൽസൺ സാറാണ്, മുൻ സന്തോഷ് ട്രോഫി വിന്നറും കൂടിയാണ് അദ്ദേഹം. സോ ഒരു പിടി യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കോച്ചിങ് സ്റ്റാഫ്സിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കാലിക്കറ്റിൽ കളിച്ച ഒരു ഈസി വാക്ക് ത്രൂ ഒന്നും നമ്മൾ എന്തായാലും ഹൈദരാബാദിൽ പ്രതീക്ഷിക്കുന്നില്ല. നല്ല കോമ്പറ്റീറ്റീവും ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള മാച്ചസ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഓപ്പണൻസും ഡബിൾ സ്ട്രോങ് ആണ്. പിന്നെ നമ്മളുടെ ഒരു ഗെയിം ശൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് എന്നുള്ള രീതിയിലാണ് ഗെയിം ശൈലി നമ്മുടെ കോച്ചുമാർ അത് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓപ്പണന്റിനനുസരിച്ച് ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാനും പറ്റുന്ന യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്ലേയേഴ്സും ടീമിലുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. സോ വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം. നമ്മുടെ ആദ്യ മത്സരം ഗോവനായിട്ട് ഡിസംബർ 15 സോ മാച്ചസ് എല്ലാം ലൈവ് ടെലികാസ്റ്റഡ് ആയിരിക്കും. എല്ലാവരും മാച്ചസ് കാണുക, നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.